ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ് നോക്കുന്നത്. അതിൽ ഇറാൻ്റെ ഉള്ളിൽ 3 സ്ഥലങ്ങളിൽ ബ്ലാസ്റ്റ് പൊട്ടിത്തെറി എന്നാൽ ശക്തമായ പൊട്ടിത്തെറി. വീഡിയോ ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അതായത് ഇറാൻ എത്ര തന്നെ ഇത് ഒളിച്ച് മറച്ച് വെക്കണം എന്നൊക്കെ വിചാരിച്ചാൽ തന്നെയും ഇറാൻ്റെ ഉള്ളിലുള്ള ജനങ്ങൾ അതെന്തായാലും ഒളിപ്പിച്ച് വെക്കാൻ തീരുമാനിക്കുന്നില്ല. അവർ തുടരെ എവിടെ പൊട്ടിയാലും അപ്പം തന്നെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ 3 സ്ഥലങ്ങളിൽ ഇത് IRGCയുടെ ഒരു മിലിറ്ററി ബേസ് നിലനിൽക്കുന്ന സ്ഥലമാണ് ഈ ഇപ്പോൾ പൊട്ടിത്തെറിച്ചത്. അതുപോലെ തന്നെ ഈ മൊസാദിന്റെ ഫിയർ മോങ്കറിങ്ങിലും മൊസാദിനെ കുറിച്ചുള്ള ആലോചനയിലും മൊസാദിനെ കുറിച്ചുള്ള ഫിയർ മോങ്കറിങ്ങിലും ഇവർ എത്രയോ പേരെ പിടിച്ച് തൂക്കിക്കൊന്നിട്ടും ഇവർക്ക് മൊസാദിന്റെ അപ്കമിങ് ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, കണ്ടുപിടിക്കാനും കഴിയുന്നില്ല, മുൻകൂട്ടി തടയാനും കഴിയുന്നില്ല. മൊസാദിനെ തടയാൻ സാധിക്കാത്ത IRGC ആ രീതിയിൽ വേണം നമുക്ക് ഇതിനെ കണക്കാക്കാൻ. കാരണം IRGCയുടെ തലച്ചോറിന് പിടികൊടുക്കുന്നില്ല മൊസാദ്. അതാണ് തുടർച്ചയായിട്ട് പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഇനി ഇതിലുപരിയായിട്ട് സിറിയയ്ക്കുള്ളിൽ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട് ഇഡ്ലിബിൽ ഇസ്രായേൽ. അതുമായിട്ട് ബന്ധപ്പെട്ട ഫുട്ടേജസ് ഞാൻ തിരയുന്നുണ്ട്, അതും കൂടെ നമുക്ക് കിട്ടുമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ സിറിയയ്ക്കുള്ളിൽ നടത്തുന്നത് IS ഭീകരരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ഹെസ്ബുള്ളയുമായിട്ട് കണക്ഷൻ ഉള്ള ആൾക്കാർ, ലിങ്ക് ഉള്ള ആൾക്കാർ ആയുധക്കടത്തൽ ചെയ്യുന്നു എന്നുള്ളൊരു പേരിൽ അവിടെ സ്റ്റോറേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആയുധം സൂക്ഷിച്ചു വെക്കുന്ന ഏർപ്പാട്. അപ്പോൾ അങ്ങനെ വെപ്പൺ സ്റ്റോറേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ആക്രമണം നടത്തിയതെന്ന് പറയുന്നത്. പക്ഷേ മാസീവായിട്ടുള്ള ആക്രമണം കേട്ടോ, അതായത് മാസീവായിട്ടുള്ള ആക്രമണം. ഇന്നലെ എങ്ങാണ്ട് ഇസ്രായേലുമായിട്ട് നോർമലൈസേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് സിറിയ പ്രൊപ്പോസലൊക്കെ വെച്ചിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് നടന്നിരിക്കുന്നത്. പക്ഷേ ഇത് അഹമ്മദ് അൽ ഷാറയെ ബാധിക്കുന്ന വിഷയമേ അല്ല. അഹമ്മദ് അൽ ഷാറയ്ക്ക് ഇത് ഒരു രീതിയിലും ഒരു പ്രശ്നമുണ്ടാക്കുന്ന വിഷയമേ അല്ല. ഇസ്രായേൽ എവിടെ വേണമെങ്കിലും കയറി എന്തെങ്കിലും ചെയ്തോട്ടെ, ഫുൾ ട്രസ്റ്റ്, അതായത് ഫുൾ ട്രസ്റ്റ്, വേറെ വഴിയില്ല. ഇനി ട്രസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും അഹമ്മദ് അൽ ഷാറയ്ക്ക് ആ രീതിയിൽ ഇരിക്കാൻ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഡമാസ്കസിൻ്റെ പാലസിലും വീഴും. അതിൻ്റെ മുറ്റത്ത് വരെ കൊണ്ടിട്ടതാണ് ഒരിക്കൽ ഇസ്രായേൽ. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഹമാസ് നിങ്ങൾ റെഡി ആയിക്കോളൂ, നിങ്ങൾ പെട്ടിയും കിടക്കെ എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് ഗാസ വിട്ട് പുറത്തു പോകാൻ റെഡി ആയിരിക്കണം. ഇസ്രായേൽ കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 60 ദിവസത്തെ സീസ് ഫയർ. ഇനി വേണ്ടി വന്നാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നെതന്യാഹു കേൾക്കും. എന്ത് കേൾക്കും? യുദ്ധം വരെ അവസാനിപ്പിക്കാൻ കേൾക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറഞ്ഞു നിർത്താൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഇനി അവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുക, ഇനി ഞങ്ങൾ ഗാസയിൽ ഭരിച്ചിട്ടേ അടങ്ങുന്നൊക്കെ ഉണ്ടെങ്കിൽ വേറെ രീതിയിലേക്ക് ചിന്തിക്കേണ്ടി വരും എന്നാണ് ട്രംപ് ഒരു സൂചന നൽകിയിരിക്കുന്നത്. അതിന് തൊട്ടുപുറകെ സൗദി അറേബ്യയും പറഞ്ഞിട്ടുണ്ട് ഹമാസിനെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കണം, ഇനി ഗാസയിൽ ഹമാസ് റൂളിങ്ങിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് സൗദി അറേബ്യയും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സൂചന എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ ഓപ്പണായിട്ട് നിങ്ങൾ ഗാസയിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങി പോകുമെന്ന് പറഞ്ഞില്ല, ഇറങ്ങിപ്പോടാ ഗാസയിൽ നിന്നും എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് സൗദി അറേബ്യ. പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇനി ഭരിക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണം കിട്ടാത്ത ഹമാസ് ഗാസയിൽ പിന്നെ എന്ത് ചെയ്യാനാണ്? അവർ ചെയ്യുന്ന പ്രവൃത്തി തീവ്രവാദം തന്നെയാണ്. ഇപ്പം തീവ്രവാദം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഭരണം തന്നെ കിട്ടണമെന്നില്ലല്ലോ, ആ ഭരണത്തിലിരിക്കുന്ന ആരെങ്കിലും സപ്പോർട്ട് ചെയ്താലും മതി. പിന്നെ ഗാസയിലാണെങ്കിൽ ഹമാസിന് നല്ല വളക്കൂറുള്ള മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എളുപ്പത്തിൽ അവിടെ നിന്ന് ഹമാസിനെ ആരും അങ്ങനെ പറിച്ച് നടാമെന്ന് വിചാരിക്കേണ്ട. സൗദി അറേബ്യയൊക്കെ ആ കണ്ട സ്വപ്നം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. ആ വേലയൊന്നും ഹമാസിൻ്റെ അടുത്ത് ചിലവാകും തോന്നുന്നില്ല. ഹമാസ് ഇസ്രായേലിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് അടിവേടിച്ച് കൂട്ടും. അതിന് വേണ്ടിയിട്ടാണ് അവരവിടെ ഗാസയിൽ തന്നെ ഞങ്ങൾ ഇരിക്കുമെന്ന് പറയുന്നത്. അതായത് അവരെ പഠിപ്പിച്ചിരിക്കുന്ന ഡോക്ടറിനനുസരിച്ച് അവർക്ക് കൃത്യമായിട്ട് അവരെത്തേണ്ട സ്ഥലത്ത് എത്തണം എന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടണം, എന്നാൽ മാത്രമേ അത് സാധിക്കൂ. കാരണം അതിനാണ് ഇച്ചിരി പവർ കൂടുതൽ. ഡയറക്റ്റ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ കേട്ടിട്ടില്ലേ, അതേപോലെയാണ് ഡയറക്റ്റ് സർവീസ് ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ. പിന്നെ ഇറാന്റെ ഉള്ളിൽ ഈ ഒരു പൊട്ടിത്തെറി നടന്നത് സൗത്ത് ഈസ്റ്റ് ഇറാൻ തെഹ്റാന്റെ ഭാഗത്ത് തന്നെയാണ്. ഷഹാർ ഈ റേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പൊട്ടിത്തെറി സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു പൊട്ടിത്തെറി ഇപ്പം ഈ തുടരെ 4-5 ദിവസങ്ങളായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ IRGC ചില നിർണായക തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. ദേഷ്യത്തിൽ അവർ പറഞ്ഞു ഇന്നലെ ഞങ്ങൾ മീറ്റിങ്ങിനൊക്കെ വരാം, സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇനി ഞങ്ങൾ ഒരിക്കലും ഒരു ചർച്ചയ്ക്കുമില്ല. പ്രത്യേകിച്ച് ഈ IAEAയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു റെക്കമെൻഡേഷൻ വരരുത്. കാരണം അവരുടെ ക്യാമറ ത്രൂ ആണ് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേൽ വന്ന് ഞങ്ങളെ അറ്റാക്ക് ചെയ്തത് എന്നുള്ള ആരോപണമാണ് അവർ ഉയർത്തുന്നത്. അത് IAEA ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതിലുപരിയായിട്ട് അവർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നോ IRGC മീറ്റിംഗ്, ഇനി IRGC മീറ്റിങ്ങേ കൂടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം IRGC മീറ്റിംഗ് എവിടെ കൂടിയാലും അവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഈ IRGC തന്നെയാണോ ഇനി മൊസാദ് എന്നുള്ള ഡൗട്ട് ഇപ്പം ആയത്തുൽ ഖമനേയി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ രീതിയിലാണ് എവിടെയൊക്കെ IRGC മീറ്റിംഗ് കൂടുന്നോ അവിടെയൊക്കെ പറഞ്ഞു വെച്ചത് കണക്കാണ് വന്നിട്ട് മൊസാദ് പൊട്ടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി IRGC മീറ്റിംഗ് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്.
രണ്ടാമത് ഫോറിനേഴ്സ്, അതായത് ഇറാന്റെ ഉള്ളിലുള്ള ഫോറിനേഴ്സ് എല്ലാം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നാട് വിടണം എന്നുള്ള ഒരു പോളിസിയും കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഫോറിനേഴ്സ് എല്ലാം നാട് വിട്ടോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇസ്രായേലുമായിട്ട് ചേർന്ന് സ്പൈ വർക്ക് ചെയ്തിട്ടാണോ ഇനി ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസം കൂടി വന്നിട്ടുണ്ട് അവർക്ക്. അതായത് അവർക്ക് ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിലാണ് ഈ രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ അവർ പാസ്സാക്കുന്നത്. അല്ലെങ്കിൽ ഒരു രാജ്യത്ത് വന്ന ടൂറിസ്റ്റുകളെയൊക്കെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞാൽ അവരെത്രമാത്രം ഒരു ഭീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പിന്നെ ന്യൂക്ലിയർ പ്രോജക്റ്റുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും, അത് ഞങ്ങളുടെ പ്രോജക്റ്റാണ്, ഞങ്ങളുടെ ആംബിഷനാണ്, ഞങ്ങളത് മുന്നോട്ട് പോകും. പിന്നെ ഫോർദോയിലൊക്കെ നിങ്ങൾ എത്രമാത്രം ആക്രമണം നടത്തി, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ, ഇതൊന്നും ഞങ്ങൾ റിവീൽ ചെയ്യില്ല എന്നുള്ളതും കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതൊക്കെ മസൂദ് പെസസ്കിയാൻ എന്ന് പറഞ്ഞ ഇറാന്റെ പ്രസിഡന്റ് തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് നിന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഇറാൻ ഈ ഹോർമോസ് കടൽ എടുക്കില്ലേ, സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ്, അവിടെ സീ മൈനിങ്, ഈ സീ മൈൻസ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണിവെടി എന്ന് പറഞ്ഞ ഈ സാധനം സീ മൈൻ, അത് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിന്റെ ആ കടൽ ഭാഗത്ത് ഇവർ ഇട്ട് വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഏതെങ്കിലും ഷിപ്പുകൾ അതിലേക്ക് കടന്നു പോകുമ്പോഴത്തേക്കും അത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സീ മൈൻ കൊണ്ട് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഇനി ഒരുപക്ഷേ ഇതിനു മുമ്പ് ഞാൻ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമേരിക്കയുടെ ഒരു സ്പൈ UAV ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇനി അതിൽ ത്രൂ കിട്ടിയ ഇൻഫർമേഷൻ ആണോ എന്ന് നമുക്കറിയത്തില്ല. ഇങ്ങനെ ഒരു ന്യൂസ് ആദ്യമായിട്ട് ടൈംസ് ഓഫ് ഇസ്രായേലാണ് പബ്ലിഷ് ചെയ്തത്. അതിനെ തുടർന്ന് ഇതിനെ റോയിട്ടേഴ്സ് എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോയിട്ടേഴ്സ് എടുത്ത് പബ്ലിഷ് ചെയ്ത് പിന്നെ ആഗോളതലത്തിൽ തന്നെ പല മാധ്യമങ്ങളും ഇതിനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് അനാവശ്യമായിട്ട് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ ഒരു ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിലുപരിയായിട്ട് ഇറാന്റെ മേളിൽ ഇറാനെതിരെ ഒരു ഗ്ലോബൽ സെറ്റപ്പ്, അതായത് യൂറോപ്യൻ മേഖലയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ചേർന്ന് G7 ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ചേർന്ന് മൊത്തത്തിൽ ഇറാനെതിരെ അതായത് ഈ മറ്റുള്ള ഈ രാജ്യങ്ങൾ, അതായത് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇറാന്റെ മേളിൽ ഒരു എതിരഭിപ്രായം വരാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്ന രീതിയിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറാൻ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിന് മൈനൊക്കെ കൊണ്ടിടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ വാർത്തയുടെ പുറകിൽ ഏതാണെന്ന് ഞാൻ ചകഞ്ഞു നോക്കിയ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അതായത് നിലവിൽ ഇറാന്റെ വിഷയം ഇസ്രായേലിൻ്റെത് മാത്രമാണ് എന്നുള്ള രീതിയിലാണ് ഒരു ഗ്ലോബൽ പ്രൊപ്പഗൻഡ നടത്തുന്നത്. പക്ഷേ ഇസ്രായേൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഇറാനോട് നടത്തുന്ന യുദ്ധം ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ലോകത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ലോക സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹു എപ്പോഴും പറയുന്നത്. പക്ഷേ ഈ ലോകരാജ്യങ്ങൾ, ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ആയിക്കോട്ടെ, ഇപ്പുറത്തെ റെഡ് സീ റൂട്ട് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഈ ട്രേഡ് റൂട്ടൊക്കെ യൂസ് ചെയ്ത് ലക്ഷക്കണക്കിൽ ബില്യൺ കണക്കിൽ ഡോളർ ലാഭമുണ്ടാക്കുന്ന ഈ ഷിപ്മെന്റ് കമ്പനികളെ ഓൺ ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, അതേപോലെ തന്നെ മറ്റുള്ള ഇതര രാജ്യങ്ങളെല്ലാം തന്നെയും ഈ ഒരു പോയിന്റിലോ അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാടിലോ ഇസ്രായേലിനെ നോക്കി കാണുന്നില്ല. ഇതും കൂടി മൊസാദിന്റെയും ഇസ്രായേലിന്റെയൊക്കെ ഒരു കുതന്ത്രമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് നമ്മൾ ഇതിനെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡന്റ് അവിടെ നടക്കണം. ഈ മൈനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കപ്പലിന് എന്തെങ്കിലുമൊക്കെ അപകടങ്ങളോ സംഭവിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ഉറപ്പിക്കാൻ പറ്റൂ. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ ഗാസയിൽ ഒരു സീസ്ഫയർ ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ബ്രീഫ് നോട്ട് കൊടുത്തിട്ടുണ്ട് പ്രസ് മീറ്റിൽ. അപ്പോൾ ആ ഒരു ക്ലിപ്പും കൂടി ഞാനിവിടെ വെക്കാം. അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും എന്താണ് അമേരിക്ക ഉദ്ദേശിക്കുന്നുള്ളത്. House spokeswoman, including the 2 American hostages that are also still in Gaza, which is Itai Chen and Omer Nutra. The White House did confirm Israel's Minister of Strategic Affairs, Ron Dermer, is currently in Washington this week, meeting with officials at the White House. This has been a priority for the president since he took office, to end this brutal war in Gaza. It is because of this president that humanitarian aid is being brought into the region. It's heartbreaking to see the images that have come out from both Israel and Gaza throughout this war, and the president wants to see it end. He wants to save lives. And however, the main priority for the president also remains to bring all of the hostages home out of Gaza. As you know, his tireless effort has brought home many of the hostages, including all of the American hostages who were held there. So he wants to see both things happen, and we're continuing to work very hard to do those things. Another topic on the table is Iran, after hostilities from the 12-day war ended, despite the IDF chief of staff saying last week the campaign against Iran is not over yet. Prime Minister Netanyahu addressed members of the Israeli army leadership, saying the Middle East would collapse without Israel because of Iran's overall threat to the West. ഈ ജപ്പാനുമായിട്ട് അരി ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മളുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ പോയി കണ്ടോളൂ. ജപ്പാൻ അരി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്
എന്താണ് പറഞ്ഞിരിക്കുന്നത്, ജപ്പാൻ എത്ര വർഷത്തെ റിലേഷൻഷിപ്പാണ് അമേരിക്കയുമായിട്ട്, എന്നിട്ട് അവർ ഞങ്ങളുടെ അരി മേടിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഒരു വിരക്തിയിലൊരു സ്റ്റേറ്റ്മെന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അമേരിക്കയുടെ ഉള്ളിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കൂ, നമ്മളുടെ കർഷകർ, അമേരിക്കയുടെ കർഷകർക്ക് വേണ്ടിയിട്ട്, അമേരിക്കയുടെ അരി കർഷകർക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് മറ്റുള്ള രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയെങ്കിലും അരി കച്ചവടം ചെയ്യുകയാണ് നമ്മുടെ ട്രംപ് എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ അതായത് അവിടുത്തെ കർഷകരിലേക്ക് ഡയറക്റ്റായിട്ട് ഇറങ്ങി ചെല്ലുകയാണ് ട്രംപ്. എന്നിട്ടാണ് അവിടുത്തെ കർഷകരുടെ അരി എങ്ങനെയെങ്കിലും വിൽക്കണം എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടുള്ള ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ട്രംപ് ജപ്പാനെ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ അവർ ഭീഷണിപ്പെടുത്തി അരി മാത്രമല്ല, F-35 ഉൾപ്പെടെ പല താരിഫുകൾ, ഇതെല്ലാം തന്നെ ഭീഷണിപ്പെടുത്തി തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഭീഷണിപ്പെടുത്തൽ. കൂടുതൽ വാർത്തകൾ കിട്ടുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയിൽ വരാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.